ഇതെന്തുകൊണ്ട് കേന്ദ്ര നീക്കം പാളി? അതെങ്ങനെയാണ് പ്രതിപക്ഷത്തിനൊരു രാഷ്ട്രീയ വിജയമായി മാറുന്നത്? ഞാൻ വിചാരധാരയുടെ ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഫെഡറൽ ഘടനയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ആഴത്തിൽ കുഴിച്ചു മൂടുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും ഫലപ്രദവുമായ നടപടി. എന്നിട്ട് ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഒരു നിയമസഭ, ഒരു ഭരണനിർവഹണ വിഭാഗം എന്ന് പ്രഖ്യാപിക്കുക. വിചാരധാരയിലുള്ളതാണ്, പറഞ്ഞത് ഗോൾവാൾക്കറാണ്. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്രം നടത്തിയ ഈ നീക്കത്തെ പൊളിച്ചു എന്നതാണ് എൻ്റെ വാദം. അതായത് വനിതാ സംവരണ ബിൽ എന്ന മട്ടിൽ അവതരിപ്പിച്ച് 131 ഭരണഘടനാ ഭേദഗതി ബില്ല് യഥാർത്ഥത്തിൽ ഒരു ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയത്തിനു വേണ്ടിയും ആ മണ്ഡല പുനർനിർണയത്തിനു വേണ്ടി ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമിയിലെ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ വളക്കൂറുള്ള മണ്ണ് ലോക്സഭയിൽ ഒരുക്കിയെടുക്കാനും വേണ്ടിയുള്ള തന്ത്രത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പൊളിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമാണ് എന്നുള്ളത് നമ്മൾക്ക് ചെറുതല്ലാത്ത സന്തോഷവും നൽകുന്നുണ്ട്. വലിയ ഇരുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു ജനാധിപത്യത്തിന് പ്രതീക്ഷയുടെ ഒരു കീറു വെളിച്ചമായി മാറുന്നു 230 അംഗങ്ങളുടെ ആ നോസ് എന്നിന്നലെ ലോക്സഭയിൽ മുഴങ്ങിക്കേട്ട ശബ്ദം. വേണ്ടുന്ന 3/2 ഭൂരിപക്ഷമായ 352 ലഭിക്കാതെ പോകുന്ന നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ കൊണ്ടുവരുന്നൊരു ബില്ല് കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായി പരാജയപ്പെടുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ, ജമ്മു കാശ്മീരിന് കൊടുത്ത ഓട്ടോണമി പദവി പിൻവലിച്ചതിലൂടെ, 370 സ്ക്രാപ്പ് ചെയ്തതിലൂടെ ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്.